മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എൻ്റെ കാറിൻ്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. അരുൺ, നോക്കൂ, ഈ കാശ് കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീയുടെ മുഖം വ്യക്തമാകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ഒരു ഇടപെടൽ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കാശ് കൊടുക്കുന്നത് പോലെ ഈ അമ്മുമ്മയുടെ അടുത്ത് വന്ന് കാണിക്കുക, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ശോഭാ സുരേന്ദ്രന്റെ വാഹനം കിടക്കുന്ന ആ സ്ഥലത്തുകൂടി നടന്നു പോകുക. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്നും മനസ്സിലാകുന്നത്. ഈ സ്ത്രീ ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അരുൺ? നീലിമ, അത് കോൺഗ്രസ് പ്രവർത്തക തന്നെയായിട്ടുള്ള വ്യക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് BJP കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വെളുത്ത ചുരിദാർ ധരിച്ച വ്യക്തി, ആ വ്യക്തിക്ക് അടുത്ത് തന്നെ N വിനേഷ് എന്ന കോൺഗ്രസിന്റെ നേതാവ്, 20ഓളം കേസുകളിലെ പ്രതിയായിട്ടുള്ള വ്യക്തി അവിടെ നിൽക്കുന്നതും കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അപ്പോൾ ഉയരുന്ന ചോദ്യം, അങ്ങനെ BJP പ്രവർത്തകർ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ മുന്നിൽ വെച്ച് ഏതെങ്കിലും BJP പ്രവർത്തകൻ പണം കൊടുക്കുമോ വോട്ടർക്ക് എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് അവിടെ ഉയരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ കൃത്യമായിട്ട് തന്നെ ഇതൊരു ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയെ തന്നെ അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അത് ബോധപൂർവം ഉപയോഗിച്ചു, മാധ്യമങ്ങളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെറ്റായ നെറേറ്റീവ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJPയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഈ തന്നെ കാറിൽ ഫോളോ ചെയ്ത് തന്റെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ലൈംഗിക ചുവയോടുള്ള ആംഗ്യം കാണിച്ച ഈ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കൃത്യമായി പരാതികളും മറ്റുമൊക്കെയായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പ്രഭ അവിടെ നിന്നും മായ്ക്കാൻ ചിലർ നടത്തിയ നാടകം ഇതോടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് BJPയുടെ മുന്നേറ്റത്തെ തടുക്കാനാകില്ല. തൃശൂരും മണലൂരും നാട്ടികയും അടക്കമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വിജയം സുനിശ്ചിതമെന്നും ജസ്റ്റിൻ ജേക്കബ് പറയുന്നു. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം കഴിഞ്ഞു. ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിൽ സജീവമാവുകയാണ് BJP പ്രവർത്തകർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂർ ജില്ല വലിയ രീതിയിൽ BJP മുന്നേറ്റം നടത്തിയിട്ടുള്ള ജില്ലയാണ്. 2024 സുരേഷ് ഗോപി നേടിയിട്ടുള്ള വിജയം. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താനും അതേപോലെ തന്നെ അന്ന് ലീഡ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളും ഒപ്പം ഗുരുവായൂരിലടക്കം വലിയൊരു ശക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും BJP നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബാണ്. കാരണം ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന അദ്ദേഹത്തിന് കീഴിൽ വരുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനം, അതേപോലെ തന്നെ എത്രത്തോളം വിജയപ്രതീക്ഷയിലാണെന്നൊക്കെ നമുക്ക് ജില്ലാ അധ്യക്ഷനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വലിയ പ്രതീക്ഷയിലാണ് BJP ഉള്ളത്, അതേപോലെ തന്നെ എത്രത്തോളം മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. ശ്രീ സുരേഷ് ഗോപി MP ലീഡ് ചെയ്തിട്ടുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള സംഘടനാ സംവിധാനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും, ഇപ്പോൾ മണലൂരായാലും നാട്ടികയായാലും തൃശ്ശൂരായാലും പുതുക്കാടായാലും ഒല്ലൂരായാലും BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന നാട്ടികയാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് ഏറെ വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന, ഇടതുപക്ഷ പ്രവർത്തകനായിരുന്ന, ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുള്ള CPIയുടെ നേതാവ് മുകുന്ദൻ ആണ് ഇവിടെ, ശ്രീ മുകുന്ദേട്ടനാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിൽ മൂല്യച്യുതി മുഴുവൻ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നാട്ടികയിൽ നടക്കുന്നത്. തീർച്ചയായും മുകുന്ദേട്ടന് ഇവിടെ വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ പത്മജേച്ചി ആയാലും നാഗേഷേട്ടനായാലും പാർട്ടിയുടെ ശ്രീ അനീഷ് ആയാലും വിജയ് തോമസ് ആയാലും എല്ലാവരുടെയും പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മുമ്പൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ BJPക്ക് പറയാനുള്ളത് ഏതെങ്കിലും 1-2 മണ്ഡലങ്ങളാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, പാലക്കാട് നോക്കുമ്പോൾ, തിരുവനന്തപുരം നോക്കുമ്പോൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നോക്കുമ്പോൾ ഒരു പിടി മണ്ഡലങ്ങളാണ് ഓരോ ജില്ലയിലും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ മാറ്റമൊക്കെ സംഭവിച്ചിട്ടില്ല. തീവ്രവാദികളായിട്ട് സന്ധി ചെയ്തിട്ടുള്ള ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ജനാധിപത്യക്കും വലിയ വിജയം നേടും. അതുകൊണ്ട് തന്നെ നമ്മളെ നമ്പർ കൂടും.
അതേപോലെ തന്നെ ഈ പുതുക്കാട് ഉണ്ടായിട്ടുള്ള അതേപോലെ തന്നെ മണലൂരൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണലൂരാണെങ്കിൽ ഒരു കിറ്റ് വിവാദമൊക്കെ ടി എൻ പ്രതാപന് ഉയർത്തിക്കൊണ്ട് വന്ന് അമ്പെ പാളിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പരാജയഭീതിയാണോ അതിന് കാരണം? അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതും വലതും മുന്നണികൾ നമ്മൾ പറയില്ല ഒരു മാനസിക നില തെറ്റിയ പോലെയാണ് അവരുടെ പെരുമാറ്റം മുഴുവൻ. ടി എൻ പ്രതാപൻ നിരവധിയായ ഗിമ്മുക്കുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാട്ടിയിട്ടുള്ളത്. അതിലൊരു ഗിമ്മിക്കായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ പ്രവർത്തനത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ ജനാധിപത്യ വിശ്വാസികൾ തള്ളിക്കളയും. മണലൂരിൽ വൻ വിജയം ദേശീയ ജനസഖ്യം നേടും. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ്. നമുക്ക് ഈ പ്രവർത്തകരെയൊക്കെ കാണാം, അവർ ബൂത്തുകളിൽ സജീവമാവുകയാണ്. പരസ്യ പ്രചാരണം കഴിഞ്ഞതോടുകൂടി ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. പരമാവധി വോട്ടർമാരെ അവസാന നിമിഷവും വീട്ടിൽ പോയി കാണുക, ആ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ്. അതായത് ബൂത്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് പ്രവർത്തകരെ കൊണ്ട്. ആ പ്രവർത്തകരുടെ ഒരു എണ്ണം കാണുമ്പോൾ തന്നെ മനസ്സിലാകും തൃശ്ശൂരിൻ്റെ ചിന്ത എങ്ങോട്ടാണ്, തൃശ്ശൂരിൻ്റെ മനസ്സെങ്ങോട്ടാണ്, തൃശ്ശൂരിന് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ. അങ്ങനെ തൃശ്ശൂരിലെ NDA ക്യാമ്പ് വലിയ ശുഭപ്രതീക്ഷയിലാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് സമയമായി. ആ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് വലിയ കുരുക്കുണ്ടായിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വെറും ഒരു ബികോം കാര്യാകാൻ പോയ നിന്നെ വലിയൊരു ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആക്കി മാറ്റി. ആര് മാറ്റി? ലക്ഷ്യം മാറ്റി. ലൈഫ് ഇപ്പോ സെറ്റ് അല്ലേ? ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ ACCA ഇന്റഗ്രേറ്റഡ് ബികോം ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യം. എസികൾക്ക് അപ് ടു 50% ഡിസ്കൗണ്ടുമായി ഗോപു നദിരജീവ ചില്ലാക്സ് ഓഫർ, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, 0% ഡൗൺ പേയ്മെന്റ് ആൻഡ് 0% ഇൻട്രസ്റ്റ്. ECEMI ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നേടൂ നറുക്കെടുപ്പിലൂടെ 5 കാറുകൾ. ഗോപു നന്ദലജീമ, കേരളത്തിൽ എല്ലായിടത്തും. ചേച്ചി പാല് എന്തിനാ എക്സ്ട്രാ? ആരും വരുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. വാവ്, വീട് നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമാണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഗസ്റ്റ് ഒന്നുമല്ല, വന്നിരിക്കുന്നത് എന്റെ ലൈസോൾ ആണ്. ഇത് ഫിനൈലിനെ അപേക്ഷിച്ച് 3-1 മതി. 6 മണിക്കൂർ വീടിന് സുഗന്ധവും 10 മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും. അതിനാൽ എപ്പോഴും ആരോ വിരുന്ന് വരുന്ന വീട് പോലെ തോന്നിക്കും. ജിയോ മാർട്ടിൽ ലാഭം നേടിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളും ലാഭം നേടൂ. ജിയോ മാർട്ട്, സമയവും പണവും രണ്ടും ലാഭിക്കുന്നു. ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ പുട്ട് പ്രൊഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അടൂരിലെ UDF സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. അപവാദ പ്രചാരണത്തിന്റെ പേരിൽ ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ചട്ടം ലംഘിച്ചാണെന്നും കളക്ടർ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, CPM-ന്റെ ഭാഗത്തു നിന്നും ശാന്തകുമാറിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കൊലക്കേസ് പ്രതിയാണ് ശാന്തകുമാർ എന്നതടക്കമുള്ള പ്രചാരണമാണ് ശാന്തകുമാറിനെതിരെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണ് ശാന്തകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ച് വികാരഭരിതനായ ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എന്താണ് നിയമ നടപടി? നിലം, അതായത് ഈ സംഭവത്തിനെ തുടർന്ന് ഈ ശാന്തകുമാർ രാവിലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വളരെ വികാരാധീനനായിട്ട് പൊട്ടിക്കരഞ്ഞ് പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകാനായിട്ട് പോകുന്നത്. ശാന്തകുമാറിനെതിരെ കേസെടുക്കാനായിട്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നു എന്ന് കാട്ടിക്കൊണ്ടാണ്, ആരോപിച്ചുകൊണ്ടാണ് നടപടി. അപവാദ പ്രചരണത്തിന്റെ പേരിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനെ ചൊല്ലിയാണ് കളക്ടർ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കളക്ടറുടെ നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് നിശബ്ദ പ്രചരണ വേളയിൽ ഒരു തരത്തിലും മാധ്യമങ്ങളോട് ഈ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലോ വോട്ട് തേടുന്ന രീതിയിലുള്ള